എന്തൊക്കെയാണല്ലേ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. പാലക്കാട് ഒരു ഇസ്ലാം ഫ്രണ്ട്ലി ജിമ്മ് തുടങ്ങുന്നു എന്നൊരു പോസ്റ്റ് വരുന്നു. അത് വന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് ജനം ടി വിയും ന്യൂസ് 18 പോലെയുള്ള വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചാനലുകൾ അത് കുത്തിപ്പൊക്കുന്നു. അത് വലിയ വാർത്തയാക്കാൻ ശ്രമിക്കുന്നു. കുറേ ആളുകൾ ആ വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി കണ്ടോ ഇങ്ങനെ ആക്കുന്നു അങ്ങനെ ആക്കുന്നു, ഇവിടെ മൊത്തത്തിൽ വർഗീയത വരികയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിവിഷന് വേണ്ടി ശ്രമിക്കുന്ന കുറേ ആൾക്കാർ. വേറെ കുറച്ച് ആൾക്കാർ അത് പിന്നെ ഇങ്ങനെയൊക്കെ ഇവരൊക്കെ തുടങ്ങിയാൽ വേറെ കുറച്ച് ആൾക്കാർ വേറെ പിന്നെ തുടങ്ങിയാൽ പിന്നെ നമ്മളെന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ആശങ്കപ്പെടുന്നു. അങ്ങനെ ആശങ്കയും വിവാദങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ് അല്ലേ. ഇവിടെ ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വിഷയത്തെ കുറച്ചുകൂടി ഒന്ന് നമുക്ക് വസ്തുനിഷ്ഠമായി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിലേതെങ്കിലും ഒരു സൈഡ് എടുത്തിട്ട് ജനം ടി വിയുടെ നാരേറ്റീവുകൾ അതേപടി വിഴുങ്ങിയ ആളുകളോടൊന്നും എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. പക്ഷേ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം, എന്താണ് ഇവിടെ സംഭവിച്ചത്, എന്താണ് നമ്മുടെ ആശങ്ക, അതിനുള്ള പോസിബിലിറ്റീസ് എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ നാട് ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണം. വിവിധ മതസ്ഥരായ ആളുകൾ പരസ്പരം സഹകരിച്ച് തന്നെ യാതൊരു പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ, എന്നാൽ അതേ സമയത്ത് എല്ലാവർക്കും അവരവരുടെ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ ഒരു പ്രയാസങ്ങളും ഇല്ലാതെ ചെയ്തു പോകാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതാണ് എല്ലാവരും ആഗ്രഹിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. നമുക്ക് ഈ ഒരു ഇസ്ലാം ഫ്രണ്ട്ലി ജിം എന്ന് പറയുന്ന ആ ടേം അങ്ങനെ തന്നെ പറയണമായിരുന്നോ ഇല്ലേ, ആ ഡിസ്കഷനിലേക്ക് പോകുന്നതിന് പകരം എന്തുകൊണ്ടാണ് ഇത്തരമൊരു ഐഡിയ വന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കാം. ഓക്കെ, അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഈ പറയുന്നത് പോലെ ഇവിടെയുള്ള മറ്റു മതസ്ഥരെ എക്സ്ക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ ഒഴിവാക്കണം, അങ്ങനെ മുസ്ലിങ്ങളെയും മറ്റു മതസ്ഥരെയും തമ്മിൽ തല്ലിക്കണം എന്നതൊക്കെയാണ് അതിൻ്റെ ഇൻറ്റൻഷൻ എങ്കിൽ ഒബ്വിയസ്ലി നമ്മളെല്ലാവരും അതിനെ എതിർക്കണം അല്ലേ. നമുക്കെല്ലാവർക്കും അങ്ങനെ മുസ്ലിങ്ങളെയും മറ്റു മതസ്ഥരെയും തമ്മിൽ തല്ലിക്കുന്ന ആരോടും നമുക്ക് വിയോജിപ്പ് തന്നെയാണ്. അപ്പോൾ അത് ജനം ടി വിയുടെ ആ നറേറ്റീവ് പുഷ് ചെയ്ത് പോകുന്ന ആൾക്കാരൊക്കെ അതാണ് ചെയ്യുന്നത്. അതല്ലാതെ ഈ പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ അത് തുടങ്ങുമ്പോൾ അതിൻ്റെ ഇൻറ്റൻഷൻ, ആ വ്യക്തിയുടെ ഇൻറ്റൻഷൻ അതാണെങ്കിൽ നമ്മളതിനെ എതിർക്കണം. അതായിരുന്നോ ഇൻറ്റൻഷൻ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആ വ്യക്തി എന്താണ് ചെയ്തത്? പല ആളുകൾക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ആ വ്യക്തിയുടെ ഫോട്ടോ വന്നപ്പോൾ കുറച്ച് മീശ കുറഞ്ഞ താടി കൂടിയൊരു ഫോട്ടോയൊക്കെയാണ് പുറത്ത് വന്നത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ, അങ്ങനെ താടിയൊക്കെ കൂടിയ ഒരാളായതുകൊണ്ട് അങ്ങ് സപ്പോർട്ട് ചെയ്താൽ അയാൾ എന്തായാലും വർഗീയവാദിയായിരിക്കും എന്ന അത്തരത്തിലുള്ള ഒരു നമ്മുടെ മനസ്സിലുള്ള കുറച്ച് സ്റ്റീരിയോ ടൈപ്പുകളൊന്ന് മാറ്റി വെച്ചിട്ട് ഈ വിഷയത്തെ ഒന്ന് കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം, എന്താണ് ഈ ഇസ്ലാം ഫ്രണ്ട്ലി ജിം എന്ന് പറഞ്ഞ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നമ്മുടെ നാട്ടിൽ പല ജിമ്മുകളിലും പോകുമ്പോൾ അവിടെ ലൗഡ്ലി മ്യൂസിക് വെച്ചിട്ടുണ്ടാവും. ഓരോരുത്തർ ഹെഡ്സെറ്റിൽ കേൾക്കുന്ന കാര്യമല്ല, മ്യൂസിക് വെച്ചിട്ടുണ്ടാവും. ആ മ്യൂസിക് എന്ന് പറയുന്നത് സംഗീതം കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ നിലക്ക് സംഗീതം കേൾക്കുക എന്നുള്ളത് ഹറാമാണ്, അത് പാടില്ലാത്തൊരു കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. അതൊരു വിഷയം അല്ലേ. പൊതുവായിട്ടുള്ള ജിമ്മുകളിൽ പല സ്ഥലത്തും മ്യൂസിക്കുകളുണ്ട്, ഇവർക്കിത് പറ്റുന്നില്ല. അതേപോലെ തന്നെ ഈ ജിമ്മുകളിൽ പലതിലും മിക്സഡ് ആയിട്ടായിരിക്കും, ആണും പെണ്ണും ഒരുമിച്ചായിരിക്കും പല ജിമ്മുകളിലും ഉണ്ടാവുക. അത് ഒരുമിച്ചായത് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ, അവർക്ക് അങ്ങനെ പോകാം. പക്ഷേ കുറച്ച് ആളുകളെങ്കിലും, കുറച്ച് വിശ്വാസികളെങ്കിലും അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ജിമ്മുകൾ അത് നല്ലതല്ല, അല്ലെങ്കിൽ ആ സെഗ്രിഗേഷൻ കുറച്ച് വേണം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പൊതുവായ ജിമ്മുകളിൽ ഈ ആണും പെണ്ണും ഒരുമിച്ചാണ് എന്നുള്ളത് അവരുടെ വിശ്വാസപരമായി, അവരുടെ മതപരമായി അവർക്കതിൽ കുറച്ച് പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നു. സംഗീതത്തിൽ പ്രശ്നം അനുഭവപ്പെടുന്നു, ആണും പെണ്ണും ഒരുമിച്ചുണ്ടാകുന്നതിൽ പ്രശ്നം അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെയാണ് വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ. ഓക്കെ, ആണും പെണ്ണും ഒരുമിച്ചൊക്കെ വരുമ്പോൾ അവിടെ അല്പവസ്ത്രം ധരിച്ചുകൊണ്ടൊക്കെ ജിമ്മിലേക്ക് വരുമ്പോൾ അത് കുറച്ച് ആളുകൾക്ക് മതപരമായ കാരണങ്ങൾ കൊണ്ട് അത് പ്രയാസമായി അനുഭവപ്പെടുന്നു. അപ്പോൾ ഇവിടെ എന്താ ഇത്തരം ആളുകൾ ചെയ്തത്? സംഗീതം അല്ലെങ്കിൽ മതപരമായി ഇന്ന പ്രശ്നങ്ങൾ, ഒരു 2, 3, 4 പ്രശ്നങ്ങൾ പൊതുവായി പല സ്ഥലങ്ങളിലായിട്ട് കാണുന്ന ജിമ്മുകളിൽ ഇവർക്ക് ഈ പ്രശ്നം അനുഭവപ്പെട്ടു. ഇവരെന്താ ചെയ്തത്? ആ ജിമ്മുകളിലൊക്കെ പോയിട്ട് ഞങ്ങൾക്കിതൊന്നും മതപരമായിട്ട് പറ്റില്ല, അതുകൊണ്ട് നിങ്ങളിതൊക്കെ നിർത്തണം, എനിക്ക് സംഗീതം ഹറാമാണ്, അതുകൊണ്ട് നിങ്ങൾ ജിമ്മിൽ സംഗീതം ഇടാൻ പാടില്ല, എനിക്ക് കാണുമ്പോൾ ഒരുമിച്ചുള്ളത് അത് പാടില്ല, അല്ലെങ്കിൽ അത് പരമാവധി ഒഴിവാക്കണം എന്നാണ് എൻ്റെ വിശ്വാസം, അതുകൊണ്ട് നിങ്ങൾ ജിമ്മൊക്കെ അങ്ങനെ ആക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മളതിനെ എതിർക്കണം അല്ലേ. അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഒരു വിഷയം വന്നാൽ, ഇപ്പോൾ നിങ്ങൾ വളരെ ബ്ലാങ്ക് ആയിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക, അങ്ങനെ ഒരു വിഷയം വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഈ വിഷയത്തിൽ നിങ്ങളുടെ സ്റ്റാൻഡ് ഇപ്പം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ എന്തായിരിക്കും പ്രതികരിക്കുക? അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം എന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഉണ്ടെങ്കിലും ഓക്കെ, പക്ഷെ അത് പൊതുവായ സ്ഥലങ്ങളിൽ പോയിട്ട് ബാക്കിയുള്ളവർ നടത്തുന്ന സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലോ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് തന്നെ കാര്യങ്ങൾ വേണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് നമ്മൾ പറയും അല്ലേ. എന്നിട്ട് നമ്മൾ പറയും കുറച്ചുകൂടി എക്സ്ട്രാ ആയിട്ട് ഒരു പൊതുസമൂഹത്തിൻ്റെ റെസ്പോൺസ് പൊതുവേ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ജിമ്മ് നിങ്ങൾ തുടങ്ങിക്കോ, അവിടെ സംഗീതം വെക്കേണ്ട, ആരും സംഗീതം വെക്കണം നിർബന്ധിക്കൊന്നുമില്ലല്ലോ, അവിടെ ആണും പെണ്ണും വെവ്വേറെ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിങ്ങൾ തുടങ്ങിക്കോ എന്ന് നമ്മൾ പറയും അല്ലേ. അങ്ങനെയാണല്ലോ, അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ, ആ വ്യക്തികൾക്ക് അവരുടെ വിശ്വാസപ്രകാരം ഇന്ന പ്രശ്നങ്ങൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉള്ള സ്ഥലത്ത് മതപരമായി അവർക്ക് യോജിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ കണ്ടു. അവരവിടെ പോയിട്ട് തടയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, മറ്റുള്ളവരാരെയും ഉപദ്രവിച്ചിട്ടില്ല, മറ്റൊരു സ്ഥാപനത്തിനെതിരെയോ ഒന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് അവർക്ക് പൊതുവായ സ്ഥാപനങ്ങളിൽ ഇന്ന പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അതൊന്നുമില്ലാത്ത
വിശ്വാസപരമായി അവർക്ക് പ്രയാസങ്ങളില്ലാത്ത രൂപത്തിലുള്ളൊരു ജിം അവരുണ്ടാക്കാൻ ശ്രമിച്ചു. പ്രധാനമായിട്ടും ഇസ്ലാമിക മൂല്യങ്ങളാണ് അവരെ മറ്റ് ജിമ്മുകളിൽ അവർക്ക് പ്രയാസകരമായി അനുഭവപ്പെട്ടതെങ്കിൽ ആ ഇസ്ലാമിക മൂല്യങ്ങൾ പാലിക്കുന്ന ഒരു സ്ഥാപനം അതാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, തുടങ്ങിയിട്ടുള്ളത്. അതിനാണ് ഇസ്ലാം ഫ്രണ്ട്ലി എന്ന് പറയുന്നത്. ഇതിൽ ഇവരുടെ ഇൻറ്റൻഷൻ എന്താ? എന്തെങ്കിലും ഡിവൈഡ് ഉണ്ടാക്കുക എന്നാണോ, വർഗീയത ഉണ്ടാക്കുക എന്നാണോ? അല്ല, അവർക്ക് വിശ്വാസപരമായി പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ അപ്പുറത്തുള്ളത് കൊണ്ട് അത് പറ്റുന്ന ഒരു സ്ഥാപനം ഇതാണ് ഉദ്ദേശിച്ചത്. ഇതിൽ ഈ ഇസ്ലാം ഫ്രണ്ട്ലി എന്നുള്ള ടേം, ഫ്രണ്ട്ലി എന്നുള്ളത് നമ്മൾ പല സ്ഥലത്ത് ഉപയോഗിക്കുന്ന കാര്യമാണ്. ചൈൽഡ് ഫ്രണ്ട്ലി മസ്ജിദ് എന്ന് കേട്ടില്ലേ, ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥാപനം എന്ന് കേട്ടിട്ടില്ലേ? അവിടെ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ കുട്ടികൾ മാത്രം പോകാമെന്നല്ല. ഇപ്പോൾ ഒരു പള്ളിയിൽ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പള്ളിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ കുട്ടികൾ ഓടി കളിച്ചാലും ഒന്നും പ്രശ്നമില്ല, അത് അവരെയും കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ളതാണ് ഫ്രണ്ട്ലി എന്നുള്ളത്. വിമൻ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ പിന്നെ പ്രത്യേകമായ ആവശ്യങ്ങളടക്കം കൂടുതൽ പരിഗണിക്കുന്ന ഒരു സ്ഥലം അല്ലേ. ഇപ്പോൾ ഒരു മാള് വിമൻ ഫ്രണ്ട്ലി മാളാണെന്ന് പറഞ്ഞാൽ അവിടെ അവരുടെ സാനിറ്ററി നാപ്കിനും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള അവർക്കുള്ള പിന്നെ ഫീഡിങ് ഏരിയാസും അല്ലെങ്കിൽ അവരുടെ വസ്ത്രം മാറ്റാനുള്ള ഏരിയാസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്തുണ്ടാവും അവിടെ ഉണ്ടാവും. അങ്ങനെ സ്ത്രീകളുടെ ആവശ്യം കൂടുതൽ അല്ലെങ്കിൽ അതിനെയും കൂടി പരിഗണിക്കുന്ന, അതിനെയും കൂടി ഉൾക്കൊള്ളുന്നതാണെന്നുള്ളതാണ് ഫ്രണ്ട്ലി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇസ്ലാം ഫ്രണ്ട്ലി എന്ന പേര് കൊടുക്കാൻ കാരണം എന്താ? ഇസ്ലാമിക മൂല്യങ്ങൾ പൊതുവായിട്ടുള്ള ജിമ്മുകളിലൊക്കെ പലപ്പോഴും അത് പാലിക്കാനുള്ള ഒരു അവസരമില്ലാത്തൊരവസ്ഥ ഉണ്ട്. ആ മൂല്യങ്ങളടക്കം പരിഗണിച്ചുകൊണ്ടുള്ളൊരു സ്ഥാപനമാണിത്. പിന്നെ ഈ വസ്ത്രദാനത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും സെഗ്രിഗേഷൻ്റെ വിഷയത്തിലാണെങ്കിലും അതേപോലെ തന്നെ മ്യൂസിക്കിൻ്റെ വിഷയത്തിലാണെങ്കിലും അങ്ങനെയുള്ള പല വിഷയങ്ങളിലും ഇസ്ലാമിക മൂല്യങ്ങൾ കാരണം മറ്റ് സ്ഥലങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവർക്കാണെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ അതുകൂടി പരിഗണിക്കുന്നുണ്ട്. ഇതാണ് അൾട്ടിമേറ്റ്ലി ഈ ഫ്രണ്ട്ലി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് വേറെ രൂപത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കാം. മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നം എന്നുള്ള രൂപത്തിൽ കാണണ്ട. മറ്റേതെങ്കിലും ആളുകളുടെ ഇങ്ങനെയുള്ള അവരുടെ വിശ്വാസപ്രകാരം അവർക്ക് പറ്റാത്ത എന്തെങ്കിലും കാര്യം പൊതുവായ സ്ഥലങ്ങളിൽ അത് നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വലിയ പ്രശ്നമൊന്നുമല്ല. പല ആൾക്കാരുടെയും പ്രശ്നം അതാണ്. കുറേ ആൾക്കാർ ആശങ്ക എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ജിമ്മ് തുടങ്ങിയതല്ല, ഈ ജിമ്മ് തുടങ്ങിയിട്ട് വേറെ ആൾക്കാർ വേറെ ജിമ്മ് തുടങ്ങിയാലോ, ഇതാണ് പല ആൾക്കാരുടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ സിഖുകാരുടെ അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ടർബൻ എന്ന് പറയുന്നത്. ആ തലപ്പാവ് നമ്മുടെ നാട്ടിൽ ഒരു കേസ് നമ്മളൊന്ന് എടുത്ത് നോക്കുക. ഈ ജിമ്മുകളിൽ തലപ്പാവ് ഉപയോഗിക്കൽ പൊതുവെ അനുവദിക്കപ്പെട്ടതല്ല എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. തലപ്പാവ് ഉപയോഗിക്കൽ പൊതുവെ ജിമ്മുകളിൽ അനുവദനീയമല്ല. അപ്പോൾ നമുക്ക് പറയാം, ഒന്ന് പൊതുവായ ജിമ്മുകളിൽ എന്ത് ചെയ്യാം, അവരെയും കൂടി ഉൾക്കൊള്ളുന്ന രൂപത്തിൽ അങ്ങനെയുള്ള നിയമം ഒഴിവാക്കാമെന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരാൾക്ക് സിഖ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജിമ്മ് തുടങ്ങാം. അപ്പോൾ അതിലെന്തേ ഉള്ളൂ, ഈ തലപ്പാവ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള നിയമങ്ങൾ ഇവിടെ ഇല്ല. ഇവിടെ സിഖുകാർക്കും അവരുടെ വിശ്വാസപ്രകാരം തന്നെ വളരെ സുന്ദരമായി വന്നിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്തു പോകാം. ഇത്രയേ ഉള്ളൂ ഈ ഫ്രണ്ട്ലി എന്നുള്ളത്. ഇപ്പോൾ അല്ലെങ്കിൽ ഹിന്ദു സുഹൃത്തുക്കളായ ആളുകൾ അവർ പൊട്ടുതൊടും അല്ലേ, ഏതെങ്കിലും പൊതുവായ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജിമ്മുകളിലൊക്കെ പൊട്ടുതൊട്ട് വരാൻ പാടില്ല എന്നാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു നിയമമൊന്നും ശരിയല്ല. പക്ഷേ അങ്ങനെയാണ് നിയമമെങ്കിൽ ഒരാൾ പറയുന്നത് ഹിന്ദു ഫ്രണ്ട്ലി ജിം. കാരണം എന്താ, ഇവിടെ പൊട്ട് തൊടുന്നതിനൊരു പ്രശ്നമില്ല. ഇവിടെ അവിടെ എന്താ സംഭവിക്കുന്നത്, മറ്റ് സ്ഥലങ്ങളിൽ നിഷേധിക്കപ്പെടുന്ന ഒരു കാര്യം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് അത് ഫ്രണ്ട്ലി എന്ന് പേര് കൊടുക്കുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതേപോലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെഗ്രിഗേഷൻ വേണം, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ മ്യൂസിക് കേട്ടുകൊണ്ട് ചെയ്യുക എന്നുള്ളതിൽ അവർക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ അത് പോയിട്ട് ഡിമാൻഡ് ചെയ്യാൻ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇവിടെ അതുകൂടി പരിഗണിക്കുന്നതാണ്. അവരുടെ ഇസ്ലാമിക വിശ്വാസം കൂടി പരിഗണിക്കുന്ന ഒരു സ്ഥാപനമാണിത്. അത്രേ ഉള്ളൂ. ഇതിനർത്ഥം ഈ ഇസ്ലാം ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ഇസ്ലാം ജിം എന്നല്ല, മുസ്ലിം ജിം എന്നല്ല. അതാണ് ചില ആൾക്കാർ മുസ്ലിം ജിം എന്നൊക്കെയാണ് പല ആൾക്കാർ പറയും. മുസ്ലിം ജിം എന്നല്ല, ഇസ്ലാം ഫ്രണ്ട്ലി ജിം എന്നാണ്. ഇനി ഈ ഇസ്ലാം ഫ്രണ്ട്ലി ജിമ്മിൽ മറ്റുള്ളവർക്ക് വരാൻ പറ്റൂല എന്നൊക്കെയുള്ളത്, മറ്റുള്ളവർക്ക് വരാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഞാൻ ഈ ഒരു സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടല്ലോ സംസാരിക്കുന്നത്. ആ സ്ഥാപനം എന്താണ്, അത് ആരുടേതാണ്, ഇതൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല. ആ വ്യക്തിയെ തന്നെ എനിക്കറിയില്ല. പക്ഷേ അവരുടെ സംസാരം കേട്ടപ്പോൾ അവരടക്കം പറയുന്നുണ്ട് മറ്റു മതസ്ഥരായ ആളുകൾക്കും വരാം. മ്യൂസിക് ലൗഡായിട്ട് കേൾക്കണമെന്ന് ആഗ്രഹമില്ലാത്ത, ഇനി അദ്ദേഹം പറയുന്നുണ്ട് അവർക്ക് വേണമെങ്കിൽ ഇയർഫോണിൽ മ്യൂസിക് കേട്ട് തന്നെ ചെയ്യാം. പക്ഷേ ലൗഡായിട്ട് മറ്റ് ജിമ്മുകളിലുള്ളതുപോലെ ജനറലായിട്ടുള്ള പാട്ടുകൾ ഇടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടെ സെഗ്രിഗേഷൻ ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അതേപോലെ തന്നെ കുറച്ച് മോഡസ്റ്റായ ഡ്രസ്സ് ഇടണം ഈ ജിമ്മിൽ എന്നുള്ളതാണ് ഇവരുടെ നിയമം. ആ മോഡസ്റ്റ് ഡ്രസ്സിങ്ങും മ്യൂസിക് ആവശ്യമില്ലാത്ത, അതേപോലെ തന്നെ ആണും പെണ്ണും വെവ്വേറെയായിട്ട് വരുന്ന അത്തരം കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ മതം നോക്കിയിട്ടല്ല ഈ ജിമ്മിലേക്ക് അഡ്മിഷൻ തരിക. നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾക്ക് വരാം, ഈ പറഞ്ഞ നിയമങ്ങൾ അനുസരിക്കാം. ഇനി ചില ആൾക്കാർ പറയും അതെന്തിനാ ഞങ്ങൾ ഇസ്ലാമിൻ്റെ നിയമം ഞങ്ങളെന്തിനാണ് നോക്കുന്നത്. അങ്ങനെ നോക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മ്യൂസിക് കേട്ട് തന്നെ ജിമ്മ് ചെയ്യണം, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരുപാട് ജനറലായ കുറേ ജിമ്മുകളുണ്ടല്ലോ, ഇവിടേക്ക് വരണമെന്നില്ല. ഇതൊരു പ്രൈവറ്റ് സ്ഥാപനമാണ്.
നിങ്ങൾക്ക് മോഡസ്റ്റായ ഡ്രസ്സിങ് പറ്റില്ല, കുറച്ചുകൂടി പിന്നെന്താ പറയുക അല്പവസ്ത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടം, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരുപാട് ജിമ്മുകളുണ്ടല്ലോ. ഇവിടെ ഇവരുടെ കാര്യം എന്താ വെച്ചാൽ ഈ ഒരു മൂല്യത്തെയാണ് ഇവർ കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് മാത്രം. അതേപോലെ തന്നെ നിങ്ങൾ കാണും പെണ്ണും ഒരുമിച്ചുള്ളതല്ലാത്ത ജിമ്മിൽ പോകാനേ ഒരു താല്പര്യമില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ, ആൾക്കാർക്ക് പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പം ആണും പെണ്ണും ഒരുമിച്ചുള്ള ജിമ്മിൽ പോകുമ്പോഴേ അവർക്കൊരു താല്പര്യം തോന്നുള്ളൂ. എങ്കിൽ നിങ്ങൾ കാണും പെണ്ണും ഒരുമിച്ചുള്ള ജിമ്മുകൾ ഒരുപാടുണ്ട്, അവിടേക്ക് പോകാം. അപ്പം ആരും ഇവിടെ നിർബന്ധിച്ചിട്ടൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. അതായത് ഇവർക്ക് ചില മൂല്യങ്ങൾ വേണമെന്ന് തോന്നി അതിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥാപനം ഇവർ തുടങ്ങി. ഇത് മാത്രമാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആശങ്കക്കാരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഹിന്ദുക്കൾ നാളെ തുടങ്ങിയാലോ, അത് മൊത്തം നമ്മുടെ സമൂഹം കുട്ടിച്ചോറായി പോകില്ലേ എന്നുള്ളതൊക്കെയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും ഒരു അവകാശം മതപരമായി അവർക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു അവകാശം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനും കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻക്ലൂസീവ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ലോകടിഞ്ഞ് പൊളിഞ്ഞ് വീഴൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ മതേതരത്തിനോ ബഹുസ്വരതക്കോ ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഏതെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ്. ഇനി അതല്ല, ഇനി അവകാശങ്ങൾ നിഷേധിക്കപ്പെടണമെന്നില്ല, അവർക്ക് വളരെ വാലിഡായ എന്തെങ്കിലും ആവശ്യങ്ങളുടെ പുറത്ത് ആരെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നു വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഭജന കേട്ടുകൊണ്ട് ജിമ്മ് ചെയ്യണം. ഞാനൊരു ഉദാഹരണം പറയാം കേട്ടോ. ഭജന കേട്ടുകൊണ്ട് ജിമ്മ് ചെയ്യണമെന്ന് കുറച്ച് ആൾക്കാർക്ക് ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളെന്താ പറയുക, ഓക്കെ, പൊതുവായ ജിമ്മുകളിൽ എല്ലാവർക്കും അത് താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളുടേതായ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അവിടെ ഭജന ഇട്ടിട്ട് ജിമ്മ് ചെയ്താൽ ഒരു കുഴപ്പമില്ല. അതിന് താല്പര്യമുള്ളവർ അവിടെ വരും, അല്ലാത്തവർ വരില്ല. അത്രയല്ലേ നമ്മൾ പറയുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ കർണാടകയിലടക്കം, കേരളത്തിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പല സ്ഥലങ്ങളിലും ഈ ഭജന വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹിന്ദു സോങ്ങുകൾ, ഡിവോഷണൽ സോങ്ങുകളൊക്കെ വെച്ചുകൊണ്ടുള്ള ജിമ്മുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ ഓൾറെഡി ഉള്ള കാര്യമാണ്. അപ്പോൾ ഹിന്ദു ജിം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇനി അതുകൊണ്ട് ഇപ്പോൾ മതേതരത്വം തകർന്നു തരിപ്പണാകൊന്നുമില്ല. അത് അവരുടെ പ്രൈവറ്റ് സ്ഥാപനമാണ്, അവരവിടെ വെച്ചോട്ടെ. അതിനോട് താല്പര്യം, ഓക്കെ, മുസ്ലിമായി എനിക്ക് ഭജന കേട്ടുകൊണ്ട് ജിമ്മ് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങളോട് ആരും പോകാൻ പറഞ്ഞിട്ടില്ല അല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. ഇവിടെ പ്രശ്നം വരുന്നത് എപ്പോഴാണ്? ഓക്കെ, ഇതിൻ്റെ ഈ ആശങ്കക്കാരുടെ ആശങ്കയിൽ ഒരു വാലിഡ് പ്രശ്നമുണ്ട്. അതെന്താ വെച്ചാൽ, ഇത് വെച്ചിട്ട് മുസ്ലിങ്ങളത് തുടങ്ങി, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായ ജിമ്മ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരെങ്കിലും ചെയ്തു വന്നാൽ ഇത് മൊത്തത്തിലൊരു ഡിവൈഡിന് കാരണമാവില്ലേ എന്നുള്ളത് വാലിഡ് കൺസേൺ ആണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഓരോരുത്തരുടെയും ഇൻറ്റൻഷൻ എന്താണെന്ന് നോക്കുക. ആ ഇൻറ്റൻഷനനുസരിച്ച് അതിനെ എതിർക്കുകയും അനുകൂലിക്കുകയും ചെയ്യാം. ഇവിടെ ഏതെങ്കിലും ഒരാൾ വളരെ വാലിഡ് ഇൻറ്റൻഷനോട് കൂടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എതിർക്കേണ്ടതില്ല. ഇപ്പോൾ ഇവിടെ ഈ ഇസ്ലാം ഫ്രണ്ട്ലി ജിം എന്ന് പറഞ്ഞ് ഈ ജിമ്മ് തുടങ്ങിയ ആളുടെ ഇൻറ്റൻഷൻ എന്താ, അവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ, വിശ്വാസപരമായിട്ട് ഉള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാപനം അവർ തുടങ്ങുന്നു. അതുകൊണ്ട് അവർ എന്തെങ്കിലും ഡിവൈഡ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വർഗീയത ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വേറെ ഏതെങ്കിലും മതസ്ഥരോട് മത്സരിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നുമല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവർക്കൊരു സ്ഥാപനം തുടങ്ങണം, അവർ തുടങ്ങി, അത്രേ ഉള്ളൂ. ഇനി ഇത് കണ്ടിട്ട് നാളെ ഒരു സംഘി ജിമ്മ് തുടങ്ങുകയാണ്, ഹിന്ദു ജിമ്മ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഹിന്ദു ഫ്രണ്ട്ലി ജിമ്മ് എന്ന് പറഞ്ഞിട്ട് അവൻ തുടങ്ങുകയാണ്. അവൻ്റെ ഉദ്ദേശം എന്താ? അവനുദ്ദേശം അവൻ്റെ ഹിന്ദു ആചാരങ്ങൾ സംരക്ഷിക്കലോ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസപ്രകാരമുള്ള ഏതെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് വരാൻ, അതൊന്നുമല്ല അവൻ്റെ ഉദ്ദേശം. അവൻ്റെ ഉദ്ദേശം മുസ്ലിങ്ങൾ തുടങ്ങുന്നുണ്ട്, അതുകൊണ്ട് അതിന് പകരമായിട്ട് ഞങ്ങൾ തുടങ്ങണം, അങ്ങനെ ഒരു വർഗീയത ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തിൽ ഒരാൾ തുടങ്ങുകയാണെങ്കിൽ അവൻ്റെ ഉദ്ദേശം തെറ്റാണ്, അവൻ്റെ ഇൻറ്റൻഷൻ തെറ്റാണ്. ആ തെറ്റായ ഇൻറ്റൻഷനോടുകൂടി അവൻ ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് എതിർക്കാം. ഡിവൈഡ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഒരാൾ ഹിന്ദു ജിം എന്ന് പറഞ്ഞിട്ടൊരു ജിമ്മ് തുടങ്ങുന്നുണ്ടെങ്കിൽ ആ ഇൻറ്റൻഷൻ തെറ്റാണ്, അതുകൊണ്ട് ആ പ്രവൃത്തിയും തെറ്റാണ്, നമുക്ക് എതിർക്കാം. അതല്ല അവൻ്റെ ഉദ്ദേശം ജസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഭജനയൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ജിമ്മ് ചെയ്യാന്നുള്ളതാണെങ്കിൽ അതുകൊണ്ടൊരു കുഴപ്പമില്ല. അത് മാത്രമാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഒരു ഡിവൈഡ് അവൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു വർഗീയത അവൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് എന്താ കുഴപ്പം? അങ്ങനെ ഭജന വെച്ചുകൊണ്ടുള്ള ജിമ്മ് അവൻ ചെയ്തോട്ടെ. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഈ വിഷയത്തെ ആ നിലക്ക് കാണും. ഇപ്പോൾ പല ആളുകളുടെയും ആശങ്കക്ക് വലിയ അർത്ഥമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ പല രൂപത്തിൽ പല പ്രൈവറ്റ് സ്ഥാപനങ്ങളും അവരുടേതായ റെഗുലേഷൻസോടുകൂടിയും അവരുടേതായ നിയമങ്ങളോടുകൂടി തന്നെയാണ് ഈ കാലം അത്രയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിയമങ്ങളോട് യോജിപ്പില്ലാത്ത അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാത്ത ആൾക്കാർ അവിടെ പോകുന്നില്ല, താല്പര്യമുള്ള ആൾക്കാർ പോകുന്നുണ്ട്. ഇത്രേ ഉള്ളൂ സംഭവം. ഇവിടെ പലപ്പോഴും പല ആളുകളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ റിലീജിയൻ, മതം, ശരീഅത്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇതൊരു നെഗറ്റീവ് ടേമാണ്. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഇവിടെ മൊത്തം ഡിവൈഡ് ഉണ്ടാവും എന്നുള്ളതാണ്. അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടൊന്നും ഡിവൈഡ് ഉണ്ടാവില്ല. ഇപ്പോൾ ഹലാൽ ഫുഡ് അല്ലേ, ഹലാൽ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക് ടെർമിനോളജിയാണ്. അവിടെ എന്തേ സംഭവിക്കുന്നുള്ളൂ, മുസ്ലിങ്ങൾക്ക് അവരുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഡയറ്ററി ലോസ് മുസ്ലിങ്ങൾക്കുണ്ട്. അതെന്താ, ഈ പറഞ്ഞ പോലെ തട്ടിപ്പറിച്ചതോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ കളവ് നടത്തിയതോ ഫുഡ് അവർക്ക് കഴിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ മൃഗങ്ങളുടെ മാംസം കഴിക്കുകയാണെങ്കിൽ തന്നെ അവരെ കഴുത്ത് നെരിച്ചിട്ടോ അങ്ങനെയൊക്കെ കൊന്ന മാംസം അവർക്ക് കഴിക്കാൻ പാടില്ല. അവർ അറുത്ത ഭക്ഷണമായിരിക്കണം കഴിക്കേണ്ടത് എന്നുള്ളത്. ഇങ്ങനെയുള്ള കുറച്ച് നിയമങ്ങൾ അവർക്കുണ്ട്. ആ നിയമങ്ങൾ പാലിക്കപ്പെട്ട ഫുഡാണ് അവർക്ക് കഴിക്കാൻ ഇഷ്ടം. ഓക്കെ,
അതാണ് അവർക്ക് താല്പര്യം, അല്ലെങ്കിൽ അതാണ് അവരുടെ വിശ്വാസം അവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നുള്ളൂ, ഹോട്ടലുകളിലൊക്കെ ആ നിയമം അടക്കം ഇൻക്ലൂസീവായിട്ടുള്ള, അതായത് മുസ്ലിങ്ങൾക്ക് അടക്കം കഴിക്കാൻ പറ്റുന്ന അവരുടെ നിയമത്തെ അടക്കം പരിഗണിച്ചുകൊണ്ടുള്ള ഫുഡാണ് ഇവിടെ, അതാണ് ഹലാൽ ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ എന്ന് പറയുന്നതുകൊണ്ടുള്ള ഉദ്ദേശം. അങ്ങനെ അറുത്ത ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഹിന്ദുക്കൾക്കൊന്നും ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. ഇനി അതല്ല, ഇനി ഏതെങ്കിലും ഹിന്ദുവിന് തോന്നുകയാണ് അങ്ങനെ മുസ്ലിങ്ങളുടെ നിയമം കൂടി പരിഗണിച്ചിട്ടുള്ളതിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ അയാൾ ഹലാൽ ഫുഡ് കഴിക്കേണ്ടതില്ല, അത്രേ ഉള്ളൂ. ഇതിൽ വേറൊരു ഡിവൈഡും വരാൻ പോകുന്നില്ല. ഇപ്പം ഈ ജിമ്മിനെ പ്രശ്നമാക്കി അതേ ജനം ടി വി ന്യൂസ് 18 ഒക്കെ ഹലാൽ ഫുഡിനെയും പ്രശ്നമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പേഴ്സെപ്ഷൻ ഇവരുണ്ടാക്കുകയാണ്, വർഗീയവാദികൾ കുറച്ച് പേഴ്സെപ്ഷൻ ഉണ്ടാക്കുക, അതിൻ്റെ പിന്നാലെ പോയി ആ വർഗീയതക്ക് ആക്കം കൂട്ടുകയല്ല പ്രത്യേകിച്ച് മതേതരവാദികൾ, സെക്കുലർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ചെയ്യേണ്ടത്. മറിച്ച് നമ്മളതിൻ്റെ മെറിറ്റാണ് പരിശോധിക്കേണ്ടത്. ഹലാൽ എന്ന് പറയുന്ന ഒരു ടെർമിനോളജി, അത് മതപരമായ ടെർമിനോളജി ആണെങ്കിലും അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു വിഭാഗത്തിൻ്റെ കുറച്ച് നിയമങ്ങളെ പരിഗണിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് പരിഗണിച്ചുകൊണ്ടും അല്ലാത്തതും ഒക്കെ ഹോട്ടലുകളൊക്കെ തുടങ്ങാം, പക്ഷേ അതുകൂടി പരിഗണിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടൊരു ഡിവൈഡും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇവർ ഹലാൽ തുടങ്ങിയാൽ നാളെ ക്രിസ്ത്യൻസ് വേറെ തുടങ്ങിയാലോ ഹിന്ദുക്കൾ വേറെ തുടങ്ങിയാലോ ഈ ആശങ്കക്കൊന്നും ഒരു അർത്ഥമില്ല. ഒന്നാമത് നമ്മൾ നോക്കുക, ഈ ക്രിസ്ത്യൻസിനോ ഹിന്ദുസിനോ ഒന്നും അങ്ങനെ കൃത്യമായൊരു ഡയറ്ററി ലോസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ലോസ് ഉണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ. ഇപ്പോൾ ബ്രാഹ്മൺസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോൺ വെജ് ഇഷ്ടമല്ല. ഈ ഉപയോഗിക്കുന്ന നെയ്യിൽ പോലും പിന്നെ ആനിമൽ ഫാറ്റ് ഉണ്ടാകുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവരത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഒരുപാട് തുടങ്ങിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടൊരു പ്രശ്നമില്ല. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് വെജ്, പിന്നെ പ്യുവർ വെജ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഉണ്ട്. അതിൽ പലപ്പോഴും ഈ ബ്രാഹ്മൺസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത്തരം സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിലെന്താ ഉള്ളൂ, ഈ ബ്രാഹ്മണന്മാരുടെ അല്ലെങ്കിൽ ബ്രാഹ്മൺസ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഇങ്ങനെ പ്യുവർ വെജായിട്ട് നിൽക്കാൻ പിന്നെ വിശ്വാസപരമായി തന്നെ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളെ പരിഗണിച്ചു കൊണ്ടുള്ളതാണ്. അവിടേക്ക് ഇപ്പോൾ ഞാനടക്കം അത്തരം പിന്നെ ഹോട്ടലുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്, എനിക്കൊരു പ്രശ്നമില്ല. കാരണം അവരുടെ വിശ്വാസത്തെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഹോട്ടലാണത്. പക്ഷേ എനിക്കും എന്ത് ചെയ്യാം, പ്യുവർ വെജ് കഴിക്കുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് നോൺ വെജേ കഴിക്കാൻ പറ്റുള്ളൂ, എനിക്കൊരു നിർബന്ധമില്ല. ഞാൻ പ്യുവർ വെജ് ഹോട്ടലുകൾ കണ്ടാൽ ഞാൻ അവിടെ പോകാറുണ്ട്, നല്ല മസാല ദോശയൊക്കെ കഴിക്കാറുണ്ട്, എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടൊരു കുഴപ്പമില്ല, അതുകൊണ്ടൊരു ഡിവൈഡ് വരില്ല. കാരണം എന്താ, അവരുടെ ഇൻറ്റൻഷൻ അത്രേ ഉള്ളൂ. ഈ ബ്രാഹ്മൺസ് ഹോട്ടൽ എന്നുള്ളത് തുടങ്ങുന്നത് കൊണ്ട് അവരുടെ ഇൻറ്റൻഷൻ എന്തേ ഉള്ളൂ, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ നിയമങ്ങൾ പാലിച്ചിട്ടല്ല പൊതുവെയുള്ള ഹോട്ടലുകളുള്ളത്, അപ്പം ഞങ്ങൾക്ക് അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ളൊരു ഹോട്ടൽ വേണം, അത്ര ഉള്ള അവരുടെ ഇൻറ്റൻഷൻ. ആ ഇൻറ്റൻഷനിലൊരു പ്രശ്നമില്ല, അതുകൊണ്ട് ഒരു ഡിവൈഡും അതുകൊണ്ട് ഉണ്ടായിട്ടില്ല. ഞാനടക്കം അല്ലെങ്കിൽ ഇവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന പൊതുസമൂഹത്തിലുള്ള ആളുകളടക്കം അത്തരം ഹോട്ടലുകളിൽ പോകാറുണ്ട്. അപ്പോൾ വെറുതെ ആശങ്കയാണ്, അവർ ബ്രാഹ്മണൻ തുടങ്ങി ഇപ്പുറത്ത് ഈഴവ ഹോട്ടൽ തുടങ്ങുമോ, ഇപ്പുറത്ത് ദളിത് ഹോട്ടൽ തുടങ്ങുമോ എന്നുള്ളത് വെറുതെ ഉള്ള ആശങ്കയാണ്. അങ്ങനെ ദളിതന്മാർക്കോ ഈഴവന്മാർക്കോ അങ്ങനെ ഒരു പ്രത്യേക നിയമങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഹോട്ടലിൽ തുടങ്ങുന്നത്, ഇനി നിയമം ഉണ്ടെങ്കിൽ അവർ തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ഇത്രേ ഉള്ളൂ സംഭവം ഇതെന്ന്. അതേപോലെ തന്നെയാണ് നമ്മുടെ ചർച്ചയിലൊക്കെ പറഞ്ഞിരുന്നു, ഈ ഷെയർ മാർക്കറ്റിൽ ഹലാൽ ആയിട്ടുള്ള ഫണ്ടുകൾ, നമുക്ക് ഹലാലായിട്ടുള്ള സ്റ്റോക്സ് ആണെങ്കിലും അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പം പല എത്തിക്കൽ ഫണ്ടുകൾ, ആ എത്തിക്കൽ ഫണ്ടുകൾ തന്നെ ശരിയാ കോംപ്ലയൻറ്റ് എന്നാണ് പറയുക, ശരീഅത്തിൻ്റെ നിയമങ്ങളനുസരിച്ച്. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാത്തിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് പലിശ ഇല്ലാത്ത രൂപത്തിലായിരിക്കണം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അതേപോലെ തന്നെ ചൂഷണ വ്യവസ്ഥകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഫാഷൻ ഇൻഡസ്ട്രിയും കോസ്മെറ്റിക് ഇൻഡസ്ട്രിയും അതിലേക്കൊന്നും അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാങ്കിങ് സെക്ടേഴ്സിലേക്കൊന്നും ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ചൂഷണ വ്യവസ്ഥയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് അവരുടെ മതപരമായ നിയമം കൊണ്ട് തന്നെ പാടില്ല. അപ്പോൾ ആ മുസ്ലിങ്ങളുടെ നിയമമടക്കം പരിഗണിച്ചുകൊണ്ടുള്ള ഫണ്ടുകൾ തന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ അത്തരത്തിലുള്ള ഒരുപാട് എത്തിക്കൽ ഫണ്ടുകളുണ്ട്. അപ്പോൾ അതിലെന്താ ചെയ്യുന്നത്, മുസ്ലിങ്ങളുടെ കുറച്ച് നിയമങ്ങൾ പാലിച്ചിട്ടാണ് ഈ ഫണ്ടുകൾ ഉള്ളത് എന്നവർ പറയും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ ഈ ശരിയാ കോംപ്ലൈൻറ്റ് ഫണ്ടുകളുണ്ട്. അതുകൊണ്ട് ഇപ്പം ശരിയാ കോംപ്ലൈൻറ്റ് ഫണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പുറത്ത് ഹിന്ദു കോംപ്ലൈൻറ്റ് ഫണ്ടും ക്രിസ്ത്യൻ കോംപ്ലൈൻറ്റ് ഫണ്ടും ഒക്കെ വരുമോ എന്ന് വിചാരിച്ച് ആശങ്കപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. മുസ്ലിങ്ങൾക്ക് ആ നിയമം ഉള്ളത് കൊണ്ട് അത് പരിഗണിച്ചിട്ട് കുറച്ച് ഫണ്ട് ഉണ്ടായി. മറ്റുള്ളവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ആ രൂപത്തിൽ പിന്നെ ഫിനാൻഷ്യലി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഉണ്ടെങ്കിൽ അത് പരിഗണിച്ചിട്ട് അങ്ങനെ ഫണ്ട് ഉണ്ടാക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല, അല്ലേ? ഇനി മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഈ ചൂഷണ വ്യവസ്ഥയോടൊന്നും ബന്ധപ്പെടാൻ താല്പര്യമില്ല എന്നുള്ളവർക്ക് അവർക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല, അല്ലേ? ഇത് ഇത്ര സിമ്പിളാണ് വിഷയം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, പർവ്വതീകരിക്കുക, പ്രശ്നവൽക്കരിക്കുക. ഇതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്, ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നവൽക്കരിക്കേണ്ടുന്ന കുറച്ച് പ്രശ്നമുണ്ട്. ഓക്കെ, ഇവിടെ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ലോസിനെ കൂടി പരിഗണിച്ചുകൊണ്ട് ഇൻക്ലൂസീവായിട്ടൊരു സ്ഥാപനം തുടങ്ങിയാലോ, ഒരു ഫണ്ട് പിന്നെ മ്യൂച്വൽ ഫണ്ട് ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ ഹലാൽ ഫുഡ് ഉണ്ടാക്കിയാലോ ഒന്നും ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. അത് ആരിലേക്കും അടിച്ചേൽപ്പിക്കുന്നില്ല. പക്ഷേ വളരെ ജെന്യുവിനായിട്ടുള്ള ആശങ്കകൾ വേണ്ട സ്ഥലങ്ങളുണ്ട്, അവിടെ ഒരു ആശങ്കയില്ല. അതേതാ, ഇപ്പം പല മതങ്ങളുടെയും പ്രത്യേകിച്ചും ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ പൊതുവൽക്കരിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് കൂടി അടിച്ചേൽപ്പിക്കുക.
ഉദാഹരണമാണ് നിലവിളക്ക് അല്ലേ. നിലവിളക്ക് പറഞ്ഞാൽ ഒരു മതത്തിൻ്റെ ആചാരമാണ്, കംപ്ലീറ്റ്ലി അഗ്നിയാരാധനയുമായി ബന്ധപ്പെട്ടുള്ളതാണ് നിലവിളക്ക്. അതിൻ്റെ ഓരോ തിരിയിലും വിശ്വാസമുണ്ട് അല്ലേ, ശിവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിവൻ്റെ 5 എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കൃത്യമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമുള്ളതാണ് നിലവിളക്ക്. അങ്ങനെ ഭൂരിപക്ഷ മതത്തിൻ്റെ വിശ്വാസാചാരങ്ങൾ ഇപ്പം എന്ത് ചെയ്യപ്പെടുകയാണ്, മറ്റുള്ളവരിലേക്ക് കൂടി അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് പൊതുവൽക്കരിച്ചുകൊണ്ട്. അതാണ് സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെയൊക്കെ അടിച്ചേൽപ്പിക്കുകയാണ്. അവിടെയല്ലേ ശരിക്കും നമ്മൾ ആശങ്കപ്പെടേണ്ടത്. ഇപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ ഈ വിശ്വാസം അടിച്ചേൽപ്പിച്ചാൽ അത് ഭാവിയിൽ പ്രശ്നം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മതത്തിൻ്റെ ആചാരം, ഇപ്പം ഫാത്തിഹ ചൊല്ലിക്കൊണ്ട് ചടങ്ങ് തുടങ്ങുക എന്ന് പറയുന്ന സാധനം കൂടി പൊതുവൽക്കരിക്കപ്പെട്ടാൽ എന്തൊരു അവസ്ഥ, ഹിന്ദുക്കൾക്ക് അത് പറ്റുമോ? അല്ലെങ്കിൽ ഒരു കുർബാന ചൊല്ലിയിട്ട് ചടങ്ങ് തുടങ്ങിയാൽ അത് പ്രശ്നമാവൂലേ? അതേപോലെ തന്നെയല്ലേ അഗ്നി ആരാധന വെച്ചിട്ട് തുടങ്ങുന്നതും. അപ്പോൾ നമ്മളെല്ലാം ഒഴിവാക്കണ്ടേ? അങ്ങനെ ആശങ്കയൊന്നും ആർക്കുമില്ല. അത്തരത്തിലുള്ള ആശങ്ക, ജെന്വിനായ ആശങ്ക ആർക്കുമില്ല. എന്നിട്ടോ ഒരു പ്രശ്നമില്ലാത്ത, വളരെ ഒരു കുഴപ്പമില്ലാത്ത ഇൻറ്റൻഷനോട് കൂടി തുടങ്ങുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഭയങ്കര ആശങ്ക. നാളെ മതേതരത്വം ആകാശത്തിന് വീഴുവോ എന്ന ഒരു ചിന്ത. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇതുകൊണ്ടൊന്നും ഏതെങ്കിലും ആളുകളുടെ വിശ്വാസം പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഫുഡാകട്ടെ, ഫണ്ടാകട്ടെ, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇത് ഇപ്പോൾ പറഞ്ഞതുപോലെ സ്ഥാപനങ്ങളാകട്ടെ, അതുകൊണ്ട് തുടങ്ങുന്നതുകൊണ്ടും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംഭവിക്കുന്നത് ഇതിനെ പ്രശ്നവൽക്കരിച്ചുകൊണ്ട് വർഗീയത ഉണ്ടാക്കുമ്പോഴാണ്. അതിന് ഇത്തരം സെക്കുലർ എന്ന് പറയുന്ന ആൾക്കാർ കൂടി അതിന് കുടപിടിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം അജണ്ടകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോന്നിൻ്റെയും ഇൻറ്റൻഷൻ പരിശോധിച്ചുകൊണ്ട് അതിനെ മെറിറ്റിൽ ആ വിഷയങ്ങളെ പരിഗണിക്കുക, അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തെ തകർക്കുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും സ്ഥാപനത്തിൽ ഏതെങ്കിലും നിയമങ്ങൾ പരിഗണിച്ചത് കൊണ്ടല്ല പ്രശ്നം ഉണ്ടാവുക, മറിച്ച് ഇത് വെച്ചിട്ട് വർഗീയത ഉണ്ടാക്കുമ്പോഴാണ്. ഹലാൽ ഫുഡിനല്ല പ്രശ്നം, ഹലാൽ ഫുഡ് വെച്ചിട്ട് ജനം ടി വിയും മറ്റ് ടീംസൊക്കെ ഈ വർഗീയത ഉണ്ടാക്കുമ്പോഴാണ് പ്രശ്നം. മുസ്ലിങ്ങളുടെ നിയമങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ളൊരു ജിമ്മ് തുടങ്ങിയാലല്ല പ്രശ്നം, അതിൻ്റെ പേരിൽ അനാവശ്യമായിട്ട് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുകയും വർഗീയത ഉണ്ടാക്കുമ്പോഴും ആണ് പ്രശ്നം. അതിനുവേണ്ടി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇതുപോലെയുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെയുള്ള അനാവശ്യമായി ഒരു അടിസ്ഥാനമില്ലാത്ത ഇത്തരം സംസാരങ്ങൾ സംസാരിക്കുമ്പോഴാണ് ആളുകൾക്കിടയിൽ ഡിവൈഡ് ഉണ്ടാകുന്നത്. അത്തരം ഡിവൈഡുകൾ ഇല്ലാതിരിക്കാനുള്ള ഒരു ജാഗ്രത നമ്മൾ കാണിക്കണം എന്നുള്ളത് കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ സംസാരിക്കാം. അസ്സലാമു അലൈക്കും.